എനിക്ക് പറയണമെന്ന് നിങ്ങളോട് കഥ പറയണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കഥ എൻ്റെ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത്. സൊസൈറ്റി ഈ ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ ഞാൻ എന്ന് പറയുന്നത് ആ ഫോണിൽ വരുന്ന കുറേ വൃത്തികെട്ട കാര്യങ്ങൾ മുഴുവനാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകുന്നത്. എങ്ങനെ കൊല്ലാം എന്ന് പറയുന്ന വീഡിയോസ് ഇവിടെ വന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അത് എൻ്റെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അതിഭീകരമായിട്ട് ഗവൺമെൻറ് അതിനെ കൺട്രോൾ ചെയ്ത് വന്നപ്പോഴാണ് ഈ കൊറിയൻ ഡ്രാമ കയറി വരുന്നത്. സിമ്പിൾ ആലോചിച്ചാൽ മതി. ഇന്നത്തെ ചെറുപ്പക്കാരൻ മുകളിൽ നിന്ന് താഴത്തെ മുറിയിലേക്ക് ഫോണിലൂടെ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു ജനറേഷൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിരുന്നാൽ പിന്നെ ഇന്ന് സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കാം, എനിക്കത് പറ്റില്ല. നോവൽ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു, ഭയങ്കര ഞാനത് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ സിനിമയായപ്പോൾ അത് സുഖം കിട്ടിയില്ല എന്നോട് അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിപ്പെൻസാണ്. ഈ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസത്തിനകത്ത് അഭിപ്രായം പറയേണ്ടത് ആവശ്യമാണ്. ക്ലാരിറ്റിയോട് കൂടിയായിരുന്നു പിന്നെ നിരൂപണങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെറുതെ ഡീഗ്രേഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ടോ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകുന്നത്. എത്രത്തോളം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാമോ അത്രത്തോളം വരുമാനം കൂട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്.